ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്ക് എന്ന തുടക്കം. ഒന്നാം ടെസ്റ്റ് ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ ലീഡ്സിൽ. ഇന്ത്യൻ ക്രിക്കറ്റിലെ തലമുറ മാറ്റത്തിന് ശേഷമുള്ള ആദ്യ പരീക്ഷണ കളരി കൂടിയാണ് ഇംഗ്ലണ്ട് പരമ്പര. രോഹിത് കോഹ്ലി യുഗത്തിന് ശേഷമുള്ള പുതിയ ഇന്ത്യ, ശുഭ്മാൻ ഗില്ലിന്റെ ടീം ഇന്ത്യ. തലമുറ മാറ്റം കണ്ട ഇന്ത്യൻ ക്രിക്കറ്റിന് ഇനി റിയൽ ടെസ്റ്റിന്റെ നാളുകൾ. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതോടെ ഇന്ത്യ ഇംഗ്ലണ്ടിലെത്തിയിരിക്കുന്നത് യുവരക്തങ്ങൾക്ക് മുൻതൂക്കമുള്ള ടീമുമായി. ശുഭ്മാൻ ഗിൽ രോഹിത് ശർമ്മയുടെ പിൻഗാമിയാകുമ്പോൾ ഋഷഭ് പന്താണ് ഉപനായകൻ. നായകൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും ഗില്ലിന് അതിനിർണായകമാണ് പരമ്പര. വിദേശ പരമ്പരകളിൽ വെറും 27.53 മാത്രം ബാറ്റിംഗ് ശരാശരിയുള്ള ഗില്ലിന് ബാറ്റ് കൊണ്ടും പലതും തെളിയിക്കേണ്ടതുണ്ട്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ കഴിഞ്ഞ സർക്കിളിൽ റൺവേട്ടക്കാരിൽ രണ്ടാമനായ യശസ്വി ജയ്സ്വാൾ, 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ടീമിൽ മടങ്ങിയെത്തിയ കരുൺ നായർ, KL രാഹുൽ, നിതീഷ് കുമാർ റെഡ്ഡി, അരങ്ങേറ്റത്തിന് കാത്തിരിക്കുന്ന സായ് സുദർശൻ എന്നിവരിലാണ് ഇന്ത്യൻ ബാറ്റിംഗിന്റെ പ്രതീക്ഷകൾ. പേസിനെ തുണയ്ക്കുന്ന ഇംഗ്ലണ്ടിലെ പിച്ചുകളിൽ ജസ്പ്രീത് ബുംറയ്ക്ക് കൂട്ടായി ആരൊക്കെ എന്നതിലും കൗതുകം. മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ എന്നിവർ സ്ഥാനമുറപ്പിക്കുമ്പോൾ നാലാം പേസറായി അർഷദീപ് സിംഗ് എന്ന ലെഫ്റ്റ് ആം പേസറോ അതോ പരിശീലന മത്സരങ്ങളിൽ ബാറ്റിംഗിൽ കൂടി തിളങ്ങിയ ഷാർദുൽ താക്കൂറോ എന്നതിലാണ് ഏറ്റവും ആകാംക്ഷ. ന്യൂസിലാൻഡിനെതിരെയും ഓസ്ട്രേലിയക്കെതിരെയും പരമ്പര കൈവിട്ട ഗൗതം ഗംഭീറിന്റെ ടെസ്റ്റ് പരിശീലക സ്ഥാനവും ഇംഗ്ലണ്ട് സീരീസ് നിർണയിക്കും. അതേസമയം 2 ദിവസം മുമ്പ് തന്നെ ടീമിനെ പ്രഖ്യാപിച്ച് കാത്തിരിക്കുകയാണ് ബെൻ സ്റ്റോക്സിന്റെയും ജോ റൂട്ടിന്റെയും ഇംഗ്ലണ്ട്. ഇന്ത്യൻ മണ്ണിൽ ചോദ്യം ചെയ്യപ്പെട്ട ബാസ്ബോൾ ശൈലിയുടെ കരുത്ത് അറിയിക്കുക കൂടി വേണം ആതിഥേയർക്ക്. സ്പോർട്സ് ഡെസ്ക് 24.